I'd like to congratulate everybody who took part in the local body elections and gave a superb result for the Congress Party and the UDF. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിക്കും സമ്മാനിച്ച മുഴുവൻ പോരാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ ഞാൻ ഈ വേദിയിൽ നേരുന്നു. We had a superb performance at all levels: Gram Panchayat, Block Panchayat, District Panchayat, Municipality and Corporation. ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ചരിത്ര വിജയമാണ്, അതിഗംഭീര വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണി ഇത്തവണ നേടിയെടുത്തത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I'm especially happy that we have done well because the panchayats, the third tier of government, is the foundation of our democratic system. ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറയാണ് പഞ്ചായത്തുകൾ. ഈ തെരഞ്ഞെടുപ്പ് വിജയം ഏറ്റവും കൂടുതൽ ആഹ്ലാദം നൽകുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ വിജയം ഏറ്റവും നന്നായി കുറിക്കപ്പെട്ടിരിക്കുന്നത് ആ ഗ്രാമപഞ്ചായത്തുകളിലാണ് എന്നുള്ളത് പ്രത്യേക സന്തോഷം നൽകുന്നു. If we want to protect the constitution, if we want to ensure that the constitution survives, we have to protect the third tier of government, the panchayat, the nagarpalikas. ഭരണഘടന സംരക്ഷിക്കപ്പെടണമെങ്കിൽ, ഭരണഘടന നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന്റെ മൂന്നാം ഘട്ടം, മൂന്നാം തൂണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതിൽ ഓരോരുത്തരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, സംവിധാനം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. And you must remember that the idea of the 73rd and 74th constitutional amendment was that of the Congress Party. ഈ ചരിത്ര മുഹൂർത്തത്തിൽ നാം ഓർക്കേണ്ടത് ഭരണഘടനയുടെ 73ഉം 74ഉം വരുന്ന പരിച്ഛേദങ്ങൾ, ആ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയത്, ഭേദഗതികൾക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഓർക്കേണ്ടതാണ്. The foundation of the constitution is one man, one vote. And the idea is that every single Indian citizen should have voice in the running of our country. ഭരണഘടന ഏറ്റവും കരുത്തുറ്റ അടിത്തറ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക്, ഒരു പൗരന് ഒരു വോട്ട് എന്നുള്ള നിലയിലാണ്. ആ ഒരു വോട്ട് ഓരോ പൗരന്റെയും ശബ്ദമാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അനിവാര്യതയാണ്. If you look slightly deeply at the difference between the BJP, the RSS and us, the Congress Party, you will see that they stand for centralization of power and we stand for decentralization of power. RSSും BJPയും കോൺഗ്രസും തമ്മിലുള്ള ആശയപരമായ അന്തരം അത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, RSSും BJPയും ഭരണ സംവിധാനങ്ങളുടെ അധികാരത്തിന്റെ കേന്ദ്രീകരണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന്റെ വികേന്ദ്രീകരണം ലക്ഷ്യമാക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത്. They want compliance from the people of India. They do not want to hear the voice of the people of India. അവരുടെ ആശയങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു ജനതയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ജനതയുടെ ശബ്ദം കേൾക്കാനും കേൾപ്പിക്കാനുമല്ല RSS BJP ആശയങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. This morning, before this function, I went to an award ceremony for Mrs. Leelavati Teacher ji. ഇന്ന് കാലത്ത് ഈ പരിപാടിയിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാന്യയായ ആദരണീയായ ലീലാവതി ടീച്ചർക്ക് നൽകാനുള്ള ഒരു അവാർഡ് ചടങ്ങിലാണ് ഞാൻ പങ്കെടുത്തത്. 98 years old, gets up at 3 o'clock in the morning, reads and then writes her views. 98-ാം വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ടീച്ചർ പുലർച്ചെ 3 മണി എന്നുണ്ടെങ്കിൽ ആ സമയം എഴുന്നേറ്റ് നിന്ന് വായിക്കാൻ സമയം കണ്ടെത്തുന്നു. ആ സമയത്ത് എഴുന്നേറ്റ് അവരെഴുതാൻ തയ്യാറാവുന്നു. അവരുടെ കാഴ്ചപ്പാടുകളെ ഈ പൊതുസമൂഹവുമായി പങ്കുവെക്കുന്നു. One of many people who have defended the voice of Kerala, the voice of the different types of people in Kerala, different traditions in Kerala. മലയാളത്തിന്റെ വൈവിധ്യങ്ങളുടെ ശബ്ദത്തെ
മലയാളത്തിന്റെ സാംസ്കാരികമായ വൈവിധ്യങ്ങളെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടിയ ഉറച്ച ശബ്ദമായിരുന്നു പ്രിയപ്പെട്ട ലീലാവതി ടീച്ചർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. And in our conversation today, she said something very, very powerful. ഇന്ന് ഞങ്ങളുടെ സംഭാഷണത്തിനിടക്ക് കരുത്തുറ്റ ചില വാചകങ്ങൾ അവർ ഞങ്ങളുമായി പങ്കുവെക്കുകയുണ്ടായി. She spoke about the culture of silence. ഇന്ന് അവർ സംസാരിച്ചപ്പോ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം സാംസ്കാരിക നിശബ്ദതയെ കുറിച്ചാണ്. And she explained how this culture of silence is spreading all across India. ഈ നിശബ്ദതയുടെ സംസ്കാരം അത് ഇന്ത്യ രാജ്യത്ത് എങ്ങനെ പടർന്നു പന്തലിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ അവർ ഞങ്ങൾക്ക് വരുത്തി തന്നു. The ideological attack of the BJP and the RSS is designed to create a culture of silence. ആശയപരമായി ഈ സാംസ്കാരിക നിശബ്ദതയെ അതിനെ അടിച്ചേൽപ്പിക്കാനും നിർമ്മിക്കാനുമുള്ള ആ ശ്രമങ്ങളാണ് BJPയും RSSും രാജ്യമെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. They want India to remain silent, India not to express itself, and they want to deliver all the wealth of our country to a few limited business houses. ഇന്ത്യ നിശബ്ദമായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ ജനത അവരുടെ ഹൃദയവികാരങ്ങളെ അതിന്റെ ആവിഷ്കരണത്തെ തടസ്സപ്പെടുത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഈ രാജ്യത്തിന്റെ സർവ്വസമ്പത്തും വിരലിലെണ്ണാവുന്ന ചില കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കാനുള്ള സംവിധാനം മാത്രമായി അവർ ഇന്ത്യ രാജ്യത്ത് മാറുന്നു. They want an India where all our assets, all the people's assets belong to a select few people. ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ സ്വത്തും ഈ രാജ്യത്തിന്റെ അഭിമാനമായതെല്ലാം ഈ രാജ്യത്തിന്റെ ജനതയുടെ അതെല്ലാം വളരെ കുറച്ച് ആളുകളിലേക്ക് മാത്രം ഒതുങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആശയമാണ് BJPയുടേതും RSSന്റേതും. And they know the only way this is possible is if the voice of the Indian people, the democratic voice of the Indian people, is silenced. അത് സാധ്യമാകണമെങ്കിൽ ഇന്ത്യയുടെ ജനതയുടെ ശബ്ദത്തെ നിശബ്ദമാക്കണം. അത് സാധ്യമാകണമെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ ശബ്ദങ്ങളെ ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്നവർക്കറിയാം. I can tell you with 100% certainty that nobody can silence the voice of the people of Kerala. പക്ഷെ 100% ഉറപ്പോടെ ഞാൻ പറയുന്നു, ഈ മലയാളക്കരയെ ഈ മലയാളത്തിന്റെ ശബ്ദത്തെ അത് നിശബ്ദമാക്കാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And this coming election and the local body election will demonstrate that the people of Kerala's voice is loud and clear. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും അത് രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയും, മലയാളിയുടെ ശബ്ദം അത് ഉച്ചത്തിൽ വ്യക്തതയിൽ ഇന്ത്യ രാജ്യത്ത് മുഴങ്ങിക്കേൾക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും. We had many meetings where senior leaders came to Delhi. And in those meetings, different people had different opinions. And I was very clear. In both those meetings, I said that the UDF is going to win the Panchayat elections and the Vidhan Sabha elections. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ നിരവധി സീനിയർ നേതാക്കന്മാരുമായി പലതവണ ഡൽഹിയിൽ മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു. ആ യോഗങ്ങളിലെല്ലാം തന്നെ ഞാൻ ഉറച്ചു പറഞ്ഞു, ഈ വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഒരു കാര്യം എനിക്ക് തീർച്ചയാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം കേരളത്തിൽ സംഭവിച്ചിരിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. But to me there is a bigger question. What is the UDF and the Congress party going to do once they win the election? അധികാരത്തിൽ വരുമെന്ന തീർച്ച അത് പറയുമ്പോഴും അതിനേക്കാൾ ഗൗരവതരമായ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കേരളത്തിലെ ജനത കൊണ്ടുവന്നാൽ ഈ ജനതയ്ക്ക് വേണ്ടി അവർ എന്ത് ചെയ്യുമെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. This is the question in front of the leaders of the UDF and the Kerala Congress. ആ ചോദ്യമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ മുമ്പിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ മുമ്പിലും ഉള്ളത്.
there is a huge unemployment problem in this state. ഈ നാട്ടിൽ തൊഴിലില്ലായ്മയുടെ പ്രശ്നം അതിരൂക്ഷമാണെന്ന് അറിയാത്തവർ ഇവിടെ ആരുമില്ല. The UDF and the Congress party have to provide a vision for Kerala which addresses this unemployment problem. തൊഴിലില്ലായ്മയുടെ രൂക്ഷത അനുഭവിക്കുന്ന പാവപ്പെട്ട നാട്ടിലെ ചെറുപ്പക്കാരുടെ മുമ്പിൽ അധികാരത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി വന്നാൽ അവർക്ക് തൊഴിൽ കൊടുക്കാൻ എന്തെല്ലാം ചെയ്യുമെന്ന് കൃത്യമായി വരച്ചു കാണിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ കഴിയും. And I am confident that the leadership on this stage has the ability to understand what the people of Kerala want and deliver what the people of Kerala need. ഈ ജനതയ്ക്ക് വേണ്ടതെന്തോ അത് നൽകാനുള്ള കാഴ്ചപ്പാടും കരുത്തുമുള്ള നേതൃത്വം ഈ വേദിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റേതായിട്ടുണ്ട് എന്നുള്ളത് എന്റെ ആത്മവിശ്വാസമാണ്. For any government to succeed, the leadership needs to be accessible to the people. ഏത് സർക്കാർ സംവിധാനങ്ങളും ഏത് സർക്കാരും അതൊരു വിജയമാവണമെങ്കിൽ നാട്ടിലെ ജനത സാധാരണക്കാരന് അവർക്ക് കയ്യെത്തും ദൂരത്തുള്ള ഒരു സർക്കാരായി ഈ ഗവൺമെന്റുകൾ മാറണം. The leadership has to merge with the people. ഈ നേതൃത്വം ജനങ്ങളുമായി ഇടപഴകി കലർന്നു വരണം. And I'm confident that the leadership of both the UDF and the Congress party is going to be humble, is going to merge with the people of Kerala, and is going to truly become an expression of the voice of people of Kerala. എനിക്ക് തീർച്ചയാണ് UDFന്റെ നേതൃത്വം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം അവർ അവരുടെ ഉത്തരവാദിത്വം ഏൽക്കുന്നതിന്റെ ഭാഗമായി ഇന്നാട്ടിലെ ജനതയുമായി ഇഴകിച്ചേർന്ന് അവരുടെ ശബ്ദത്തെ, അവരുടെ അഭിപ്രായങ്ങളെ അതിനെ ചെവിക്കൊള്ളുന്നതും കേൾക്കുന്നതും ആവിഷ്കരിക്കാൻ അവസരമൊരുക്കുന്നതുമായ ഒരു സംവിധാനമായിട്ട് ഇവിടുത്തെ ഭരണ സംവിധാനത്തെ മാറ്റും. There is a political battle taking place in Kerala, and then there is a ideological and political battle taking place at the national level. കേരളത്തിൽ രാഷ്ട്രീയമായ ഒരു പോരാട്ടം നടക്കുന്നു. അതേ സമയം തന്നെ ദേശീയ തലത്തിൽ ഇന്ത്യ രാജ്യത്ത് ആശയപരമായ ഒരു പോരാട്ടവും നടന്നുകൊണ്ടിരിക്കുകയാണ്. I've had the honor of being a member of parliament from this state. ഈ മനോഹര സംസ്ഥാനത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള വലിയ അവസരം കിട്ടിയിട്ടുള്ള, അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. And I tell you with all humility that I have learned a tremendous amount from the people of Kerala. വിനയത്തോടു കൂടി ഞാൻ പറയുന്നു, പരിധികളില്ലാത്ത പാഠങ്ങൾ ഈ നാട്ടിലെ ജനതയിൽ നിന്ന് പഠിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. Your history, your tradition, your language, your political depth. ഈ നാടിന്റെ ചരിത്രം, ഈ നാടിന്റെ സംസ്കാരം, ഈ നാടിന്റെ അഗാധമായ രാഷ്ട്രീയ ബോധം, And most important, your ability to stand together. അതിനേക്കാൾ എല്ലാത്തിലും ഉപരി ഐക്യത്തോടെ നിലനിൽക്കാനുള്ള ഈ ജനതയുടെ കഴിവും ശക്തിയും. Different religions, different cultures, different ideas, all standing together respectfully. മതങ്ങൾ, ജാതികൾ, സംസ്കാരം, ഭാഷ ഇതെല്ലാം പരസ്പര ബഹുമാനത്തോടു കൂടി ഒരുമിച്ച് നിന്ന് മുന്നേറുന്നത് കാണാൻ. And you have shown me how this is done. നിങ്ങളാണ് ലോകത്തെ എന്നെ കാണിച്ചത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. So for me, my relationship with the people of Kerala transformed when I became member of parliament. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളുമായിട്ടുള്ള ആത്മബന്ധം അതിന് വലിയ പരിവർത്തനമാണ് ഇവിടുത്തെ ഒരു പാർലമെന്റ് അംഗം എന്ന നിലക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായത്. I suffer when I see thousands and thousands of young Keralites going abroad because they cannot get employment in this state. ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ നാട്ടിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർ ഒരു ജോലി കിട്ടാത്തതിന്റെ പേരിൽ അവര് നാട് വിടേണ്ടി വരുന്നത് കാണുമ്പോൾ അതിന്റെ വേദന അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. Yes, I am filled with pride when I see our nurses working hard outside our country. അതേ സമയം തന്നെ ഈ നാടിന് അഭിമാനമായ നമ്മുടെ മാലാഖമാർ, പ്രിയപ്പെട്ട നഴ്സുമാർ രാജ്യത്തിന്റെ അതിർത്തികൾക്കപ്പുറത്ത് നടത്തുന്ന കഠിനാധ്വാനത്തെ ഞാൻ അഭിമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. And I feel pride when I see what the people of Kerala have achieved in Dubai, in many different cities of the world. ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലും ലോകത്തിന്റെ നാനാവിധ പ്രദേശങ്ങളിലും ഈ മലയാളി സമൂഹം ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളെ വലിയ അഭിമാന ബോധത്തോടു കൂടി നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. But we need to free the people of Kerala so they can do whatever they do abroad
they can do it in Kerala itself. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു അവസരം ഒരുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവരിവിടുന്ന് പോകുന്നത് അത് നിർബന്ധിതമായ ഒരു അവസ്ഥയിലാവരുത്. ലോകത്തിന്റെ ഏത് കോണിലും അവർ ചെയ്യുന്ന കാര്യത്തെ അഭിമാനത്തോടെ നമ്മുടെ നാട്ടിലും ചെയ്യാനുള്ള അവസരം അവർക്ക് ഒരുക്കി കൊടുക്കാൻ നാം പ്രതിജ്ഞാബദ്ധമാണ്. When I was discussing with my sister before the last election about her becoming a member of parliament of Kerala, ഞാൻ എന്റെ സഹോദരിയുമായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് അവരിവിടെ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ I told her, listen, this is not a logical decision, this is an emotional decision. ഇത് കേവലം ഒരു ലോജിക്കൽ ഒരു തീരുമാനം മാത്രമല്ല, നേരെ മറിച്ച് പ്രിയങ്ക ഗാന്ധി പ്രിയപ്പെട്ട എന്റെ സഹോദരി ഈ വയനാട്ടിൽ മത്സരിക്കുക, കേരളത്തിൽ മത്സരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വികാരപരമായ ഒരു തീരുമാനം കൂടിയാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. I said to her, listen, I guarantee you that after you become member of parliament, I will ask you maybe 3 or 4 months later, how do you feel? And you will tell me, I love the people of Kerala, I love the people of Wayanad. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഉറപ്പ് നൽകുന്നു, 3-4 മാസങ്ങൾക്കപ്പുറം ഈ നാടിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇപ്പൊ എന്ത് അനുഭവപ്പെടുന്നു എന്ന ചോദ്യത്തിന് പറയാൻ പോകുന്ന ഉത്തരം തീർച്ചയായും ഞാൻ വയനാട്ടിലെയും കേരളത്തിലെയും എന്റെ ജനങ്ങളെ സ്നേഹിക്കുന്നു എന്നതായിരിക്കും നിങ്ങളുടെ മറുപടി എന്ന് ഞാൻ അവരോട് പറഞ്ഞു. And every 2 or 3 weeks she describes to me something new that she has learned from the people of Kerala. ഓരോ 2-3 ആഴ്ചകൾക്കപ്പുറം ഈ ജനതയിൽ നിന്ന് പകർന്നു കിട്ടിയ പുതിയ അറിവുകളെ സംബന്ധിച്ച് ആവേശത്തോടെ അവരെന്നോട് വിശദീകരിക്കാറുണ്ട്. You have all these things here, so sometimes you take them for granted. ഈ നാട്ടിൽ നിങ്ങൾ ഇതിനെല്ലാം കൊണ്ട് നടക്കുമ്പോൾ മുല്ലക്ക് മണമില്ലെന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾ അതങ്ങനെ സാധാരണഗതിയിലുള്ള ഒരു കാര്യം മാത്രമായി ഏറ്റെടുത്ത് കാണാറുണ്ട്. You have natural beauty. You have a amazing political culture. You have multiple religions who live happily together. You are used to these things and you take them for granted. അനന്തമായ പ്രകൃതി സൗന്ദര്യം, പല മതങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നത്, അതുപോലെ തന്നെ മികച്ച രാഷ്ട്രീയ ബോധം, ഇതെല്ലാം നിങ്ങൾക്കുണ്ടാവുമ്പോൾ ഇത് നിങ്ങൾ സാധാരണഗതിയിലുള്ള ഒന്ന് മാത്രമായി അതിനെ കണ്ടവഗണിക്കാറുണ്ട്. So sometimes it's important that someone from Delhi comes and tells you this, that you have the most sophisticated political culture. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഡൽഹിയിൽ നിന്ന് വന്നിട്ടാണെങ്കിലും ഈ നാടിന്റെ സമന്വയത്തിന്റെ ഉൾക്കൊള്ളലിന്റെ രാഷ്ട്രീയ ബോധത്തെ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ. At all levels, at the local third tier of government, local government level, superb political culture. അത് ഏത് തലത്തിലെടുത്ത് നോക്കിയാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും അതിഗംഭീരമായ രാഷ്ട്രീയ സംസ്കാരമാണ് ഈ കേരളം വെച്ചു പുലർത്തുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. I don't think there are panchayat presidents of this quality anywhere in the rest of the country. ഈ ത്രിതല സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന പഞ്ചായത്ത് അധ്യക്ഷന്മാരെക്കാൾ മികച്ച നിലവാരം പുലർത്തുന്നവർ രാജ്യത്തെമ്പാടുമുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. Because you are emerging from a political process. കാരണം നിങ്ങൾ ഉയർന്നു വരുന്നത് ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലൂടെയാണ്. And you are held accountable by the people of Kerala. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജനത നൽകുന്ന അധികാരത്തിന് നിങ്ങൾ കൃത്യമായി ഉത്തരവാദിത്തമുള്ളവരായി ഇവിടുത്തെ ജനത നിങ്ങളെ നിലനിർത്തുന്നു. And many of the young people here who have been elected for the first time, you must realize that you have been given trust by the people of Kerala. ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് യുവ സഹോദരങ്ങൾ, ആ യുവ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ കാക്കാൻ നിങ്ങൾ തയ്യാറാവണം. This is the most important thing that the people of Kerala can give you. ഈ നാട്ടിലെ ജനതക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അവർ നിങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസം. Respect this trust, cherish this trust, defend this trust. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കണം, ആ വിശ്വാസത്തെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം, ആ വിശ്വാസത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രതിരോധിച്ച് മുന്നോട്ട് പോകണം. And remember that in the end, as a member of the Congress party, you are defending the Constitution of India. അതിന്റെ ഒടുവിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം,
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു എളിയ അംഗം എന്നുള്ള നിലക്ക് നിങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത്, സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടേതാണ് എന്ന ഓർമ്മ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. And you are not going to allow a culture of silence to pervade this country. നിശബ്ദതയുടെ സംസ്കാരത്തിനെ വളരാൻ അനുവദിക്കാത്തവരായി നിങ്ങൾ മാറണം. Thank you very much. ഹൃദയം നിറഞ്ഞ നന്ദി ഈ ജനതയോട്. And I wish all of you all the best for the coming election. And I'm confident that you will stand together and win a thumping majority in the Vidhan Sabha elections. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുന്നു. എനിക്ക് തീർച്ചയാണ് ഉജ്ജ്വല ഭൂരിപക്ഷത്തോടെ കേരളം ഐക്യ ജനാധിപത്യ മുന്നണി വീണ്ടെടുക്കുമെന്ന്.